അഡ്വക്കേറ്റ് സി ഷുക്കൂർ, ഇവിടെ ഇന്നലെ എത്ര 96 മണിക്കൂർ വൈകി അല്ലെങ്കിൽ നടന്മാരുടെ സംഘടന എന്ന് പേര് വേണ്ട, നടന്മാരുടെ സംഘടനയുടെ നേതാവ് ജനറൽ സെക്രട്ടറി വന്നിരുന്ന് അക്കാര്യങ്ങൾ പറഞ്ഞ അതിൻ്റെ ജനറൽ സെക്രട്ടറിയെ പറ്റി പറയുകയാണ്. ഒരു യുവനടി അതിപ്പോൾ പറയുന്നതല്ല, കുറച്ച് നാൾ മുമ്പ് പറഞ്ഞതാണ്. അത് വീണ്ടും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പശ്ചാത്തലത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. രഞ്ജിത്തിൻ്റെ പേര് ഇര തന്നെ പരസ്യമായി പരാതി പറയുന്നു. അമ്മ ജനറൽ സെക്രട്ടറിയുടെ പേര് ഇര തന്നെ പരസ്യമായി പറയുന്നു. IPC കുറ്റങ്ങൾക്ക് പിന്നാലെ കേരള പോലീസ് ആക്ട് 119A പ്രകാരം കേസെടുക്കണ്ടേ? കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്. പ്രൈവസി പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് എവിടെയാണെന്ന് 2 വിഷയത്തിലും അറിയാം, ഏത് സമയത്താണെന്ന് അറിയാം. ഇനിയും കേസെടുക്കാൻ പരാതി വേണമെന്ന ഉഡായിപ്പ് നടക്കുമോ ഈ കേസുകളിലൊക്കെയും ശ്രീ ഷുക്കൂർ? തീർച്ചയായും പോലീസ് കോഗ്നിസബിൾ ഒഫൻസ് എവിടെയാണ് കൃത്യമായി FIR ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ 2 വെളിപ്പെടുത്തലുകളിലും ഉണ്ട്. ആദ്യം പറഞ്ഞ അവര് സോണിയ മൽഹാർ മാത്രമാണ് ആളുടെ പേര് പറയാത്തത്. മറ്റു 2 പേര് നേരത്തെ ഇന്നലെ നമ്മുടെ ബംഗാളി നടിയും ഇന്ന് രേവതി സമ്പത്തും കൃത്യമായ ആളുടെ പേര് പറഞ്ഞ സ്ഥിതിക്ക് പോലീസിന് FIR രജിസ്റ്റർ ആവുന്നതാണ്. രജിസ്റ്റർ ചെയ്തതിനു ശേഷം 161 CRPC പ്രകാരം ഇവരുടെ മൊഴി രേഖപ്പെടുത്താം. 2013 ക്രിമിനൽ ഭേദഗതി അനുസരിച്ചിട്ട് 164 പ്രകാരം മജിസ്ട്രേറ്റ് മുമ്പാകെ മൊഴി രേഖപ്പെടുത്താം. തീർച്ചയായും ഇനി പോലീസ് അമാന്തിക്കാൻ പാടില്ല. വനിതാ പോലീസ് ഉണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ, അവർക്ക് സൊമോട്ടോ FIR ഇടാം. ഇപ്പൊ തിരുവനന്തപുരത്താണ് ഒരു സംഗതി പറയുന്നത്, എറണാകുളത്താണ് പറയുന്നത്. പ്ലേസ് ഓഫ് ഒക്കറൻസ് കൃത്യമായ ഒരു പബ്ലിക് ഡൊമൈനിൽ പൊതുരംഗത്ത് പറയുന്നുണ്ട്. അല്ല ഷുക്കൂർ, ഇവിടെ പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ എന്തായാലും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ഇല്ലല്ലോ. ഇന്ന് മന്ത്രി ആർ ബിന്ദു പറയുന്നു പരാതി വേണം, വനിതാ കമ്മീഷൻ പറയുന്നു പരാതി വേണം, ഏറ്റവും ഒടുവിൽ സജി ചെറിയാൻ അങ്ങനെ പറയുന്നു പരാതി വേണം. പോട്ടെ, ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് കരുതി MP രാജ ഏറ്റവും ഒടുവിൽ ഒന്ന് പറയുകയാണ്. ഇപ്പോൾ നിലവിലുള്ളത് 2 പേരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്, അതിന് പരാതി വേണം, പരാതി ഉണ്ടെങ്കിൽ നടപടി എടുക്കാമെന്ന് പറയുകയാണ്. അപ്പം സർക്കാർ രാഷ്ട്രീയമായി തീരുമാനിക്കണം, ഈ ഇരകൾക്ക് നീതി കൊടുക്കണമെന്ന് സർക്കാർ രാഷ്ട്രീയമായി തീരുമാനിക്കണം. ആ തീരുമാനം ഉണ്ടാവുന്നില്ല എന്നതാണ് വേദന. ഷുക്കൂർ, ഈ കാര്യത്തില് ഈ പരാതി വേണമെന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ സംഗതിയാണ്, ഹൈലി ടെക്നിക്കലാണ്. സൊമോട്ടോ FIR ഇടാവുന്ന കുറ്റകൃത്യമാണ്. അതായത് ഒരു SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നമ്മുടെ FIR രജിസ്റ്റർ ചെയ്യുന്നത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് സ്വയം അയാൾക്ക് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സൊമോട്ടോ സ്വന്തം നിലയിൽ FIR രജിസ്റ്റർ ചെയ്യൂ. അല്ലെങ്കിൽ ഈ വാർത്ത കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക്, ഈ വാർത്ത കേൾക്കുന്ന ഇവരുടെ ഇപ്പം മൊഴി കേട്ട ഒരാള് അത് നമ്മുടെ ഈ TV ചാനലില് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഒരു പെൻഡ്രൈവിൽ ആക്കിയിട്ട് ഒരു SHO കൊണ്ടുകൊടുത്താൽ, അത് എവിടുത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കൊണ്ടുകൊടുത്താൽ സ്വാഭാവികമായിട്ടും അവർ FIR ഇടാൻ ആ ഓഫീസർ നിർബന്ധിതരാണ്. നിയമം അദ്ദേഹത്തോട് കർശനമായി പറയുന്നുണ്ട്. ഇപ്പൊ 0 FIR നിയമമായിട്ട് BNSS വന്നിട്ടുണ്ട്. നേരത്തെ CRPC അതുണ്ടായിരുന്നില്ല, ഇപ്പൊ വന്നിട്ടുണ്ട്. പുതിയ ഈ ജൂലൈ 1 മുതൽ നിയമത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവര് മന്ത്രിമാരും ബഹുമാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത് സാങ്കേതികമായി അവരെ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് മുമ്പാകെ രേഖാമൂലം പരാതിയില്ല എന്നുള്ളതാണെങ്കിൽ ഇവിടെ ആർക്കും, ഈ വാർത്ത കേൾക്കുന്ന ആർക്കും ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതാത് പോലീസ് സ്റ്റേഷന് മുമ്പാകെ പരാതിയായി പോകാവുന്നതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ പരാതിയായി പോയാൽ എന്തായാലും FIR രജിസ്റ്റർ ചെയ്യാൻ നിയമപരമായി അവർ ബാധ്യസ്ഥരാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് 161 പ്രകാരം ഇവരുടെ മൊഴിയെടുക്കണം. ഈ പരാതിപ്പെട്ട ആളുടെ CRPC പഴയ CRPC വെച്ചാണ് സംസാരിക്കുന്നത്, അത് ആൾക്കാർക്ക് എളുപ്പത്തിൽ കൺവേ ചെയ്യാൻ വേണ്ടി. 154 പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത്. അപ്പൊ അത് ചെയ്യാൻ തീർച്ചയായും SHOമാര് അവർ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യാൻ മടിച്ചാൽ അവർക്കെതിരെ IPC പ്രകാരം ഒഫൻസ് ആണ്, അവർ കുടുങ്ങുക തന്നെ ചെയ്യും. അതിന് സ്റ്റേറ്റിന്റെയോ സർക്കാരിന്റെയോ അനുമതി വേണ്ട. അല്ല, അനുമതി വേണ്ടെന്ന് നമുക്ക് ഐഡിയൽ സിറ്റുവേഷൻ പറയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, അത് സർക്കാർ തീരുമാനം, രാഷ്ട്രീയമായ തീരുമാനമാണ്. ഷുക്കൂർ വക്കീൽ, ഞാൻ അങ്ങനെയൊക്കെ എത്താം.